ഹായ് മേര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്നഗ്ഗി കൊച്ചു കുട്ടികളുടെയൊക്കെ അത് എങ്ങനെയാണ് കത്തിച്ച് കളയാതെ എങ്ങനെ ഇത് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുമെന്ന് കാണിക്കുന്നതാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ ഈ സ്നഗ്ഗി ഉപ്പിട്ട് വെള്ളത്തിലിട്ടിട്ടിരുന്നു. എന്നിട്ട് അതിനെ ഓരോന്ന് കണ്ടിച്ചിട്ട് ഒരു പഴയ ഒരു ചെടിച്ചട്ടിക്കകത്ത് കുറച്ച് മണ്ണിട്ടിട്ട് അതിലോട്ട് ഈ ജെല്ലെല്ലാം തട്ടിയിട്ടതിന് ശേഷം ആ പേപ്പർ പോലത്തെ പുറം ഭാഗം ഒന്ന് നല്ലൊരു കഴുകി വെയിലത്തോട്ടിടും. അങ്ങനെ ഒരാഴ്ചയിലുള്ള സ്നഗ്ഗികളെല്ലാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ചെടിച്ചട്ടിക്കകത്ത് മണ്ണിട്ടിട്ട് ഇത് എല്ലാം ആ ജെല്ലെല്ലാം അതിനകത്ത് തട്ടിയിട്ടതിന് ശേഷം വീണ്ടും ഞാൻ അതിൻ്റെ മുകളിലോട്ട് മണ്ണ് ഇടും. മണ്ണിട്ട് ഓരോ ദിവസവും കുറച്ചിന് ഇളക്കി വെച്ച് കൊടുക്കും. ഒരാഴ്ചയൊക്കെ പിറ്റേ ആഴ്ച ഞാൻ ഇത് അടുത്ത സ്നഗ്ഗി വൃത്തിയാക്കുന്ന നേരം ആകുമ്പോഴത്തേക്ക് ഈ ജെല്ലെല്ലാം മണ്ണുമായിട്ട് ലയിച്ചിരിക്കും. അപ്പം എന്നിട്ട് ഈ പേപ്പറെല്ലാം 2 ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ആ പേപ്പർ പോലത്തെയുള്ള സാധനം അത് അങ്ങ് ഉണങ്ങിക്കഴിയും. 2 ദിവസം ആകുമ്പോൾ 2 ദിവസം കൊണ്ട് അത് ഉണങ്ങും. അപ്പോൾ ഈ ജെല്ലെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ പുറം ഭാഗത്ത് ഞാൻ മണ്ണിട്ട് ഞാൻ വേറൊരു പാത്രത്തിനകത്ത് ഒരാഴ്ചയായിട്ട് വെച്ചിരുന്ന അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഈ സ്നഗ്ഗിയെല്ലാം അതിൻ്റെ ഭാഗങ്ങളെല്ലാം ഉണക്കാനായിട്ട് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഈ ജെല്ലിൽ കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മുകളിലോട്ടിടും. എന്നിട്ട് ഒരു 2 ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് 10 ദിവസം ആകുമ്പോൾ ഇത് വളമായിട്ട് മാറും. അപ്പം ഞാൻ ചെടിച്ചട്ടിക്കിടേണ്ടി ചെയ്യുന്നത് ഈ 10 ദിവസം ഈ 2 ദിവസം കൊണ്ട് ഉണങ്ങിയ സ്നഗ്ഗിയുടെ ആ പേപ്പർ പോലത്തെ സാധനം ഞാൻ കത്തിച്ച് കളയേണ്ടി ചെയ്യുന്നു. അല്ലാതെ മൊത്തത്തിൽ ഇട്ട് കത്തിക്കുമ്പോൾ പരിസര മലിനീകരണമാണ്. അപ്പം അതിന് വേണ്ടി സ്നഗ്ഗി ഇങ്ങനെയാണ് മറവ് ചെയ്യുന്നത്. അപ്പം 10 ദിവസമായി ഞാൻ മാറ്റി വെച്ചേക്കുന്ന വേറൊരു പാത്രത്തിലോട്ട് മണ്ണിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് വളം പരുവമായിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പം അത് കോരി എടുത്തിട്ട് ഞാൻ ഇതെല്ലാം ചട്ടിക്കകത്തോട്ട് ഇടുകയും ചെയ്യുന്നു. ഇതാണ് ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്നത്. 10 ദിവസം ആയതാണ്. ജെല്ലെല്ലാം അതിനകത്തോട്ട് മണ്ണുമായിട്ട് കലർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ വീട്ടിൽ സ്ഥലം കുറവായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെടിച്ചട്ടിക്ക് വാരിയിട്ട് കൊടുക്കും. മറ്റേ ആ പേപ്പർ പോലത്തത് 2 ദിവസം ആകുമ്പോൾ എനിക്ക് ഉണങ്ങിക്കഴിയും. ഞാൻ അത് കത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ചെടിക്കൊന്നും നല്ല വളമാണത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യണം. സ്ഥലമില്ലാത്തവർക്ക് ഇത് ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ്. എനിക്ക് ചെറുക്കൊച്ചുണ്ട്. ആ കൊച്ചിനെ ഞാൻ സ്നഗ്ഗിയൊക്കെ ഇങ്ങനെ നിർത്തിക്കും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.